ആദ്യം ചോദ്യം വായിക്കുക. 1800-ന് എത്ര ഘടകങ്ങളുണ്ട്? അപ്പം നമുക്കൊരു ചോദ്യം തന്നിട്ട് ഇയാൾക്ക് എത്ര ഘടകങ്ങളുണ്ട് സംഖ്യ തന്നിട്ട് ചോദിക്കുന്നു. എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ തന്നിരിക്കുന്ന സംഖ്യ 1800-നെ ഘടകങ്ങളാക്കുക. ഘടകങ്ങളാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈം നമ്പേഴ്സായ 2, 3, 5, 7, 11 പോലെയുള്ള അഭാജ്യ സംഖ്യകൾ മാത്രം ഉപയോഗിച്ച് ഘടകങ്ങൾ ആക്കാവൂ. അപ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് നമ്മൾ എത്ര? 18-ൽ 9 തവണയുണ്ട്. ആ 2 0 അതുപോലെ തന്നെ കാണിച്ചു. വീണ്ടും 2 കൊണ്ട് 9-ൽ 4 തവണ, ശിഷ്ടം 1, 10-ൽ 5 തവണ 0. വീണ്ടും 2 കൊണ്ട് പറ്റും. 4-ൽ 2 തവണ, 50-ൽ 25 തവണ, അങ്ങനെയൊക്കെ എടുത്ത് വേണം ചെയ്തോട്ടോ. ഇനി നമുക്ക് 2 കൊണ്ട് പറ്റില്ല, പക്ഷെ 3 കൊണ്ട് പറ്റും. എങ്ങനെ മനസ്സിലായി 3 കൊണ്ട് പറ്റുമെന്ന്? ആ 225-ൻ്റെ അക്കങ്ങളെ കൂട്ടിക്കുക. 2 + 2 + 5 9 എന്ന് കിട്ടും. ആ 9-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ഈ സംഖ്യയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് നോക്കിയാൽ 22-ൽ എത്ര പ്രാവശ്യമുണ്ട്? 3. 7 3 21, ശിഷ്ടം 1, 15 15-ൽ 5 തവണ. വീണ്ടും നമുക്ക് 3 കൊണ്ട് പറ്റും. 7-ൽ എത്ര പ്രാവശ്യമുണ്ട്? 2 തവണ, ശിഷ്ടം 1, 15-ൽ 5 തവണ. ഇനി 3 കൊണ്ട് പറ്റില്ല. നമുക്കറിയാം 25 വെച്ചാൽ 5 × 5, അപ്പോൾ 5 5. അപ്പോൾ താഴെ ഒരു പ്രൈം നമ്പർ കിട്ടുന്നവരെ ചെയ്തു വരണം. ഇനി നോക്കുക, നമുക്ക് എത്ര? 2 റേസ്റ്റ് 2 എത്ര എണ്ണം ഉണ്ട്? 1 2 3. അപ്പോൾ 2 3 ഇൻറ്റു 3 എന്ന് എഴുതി. 3 എത്ര എണ്ണം ഉണ്ട്? 1 2. ഇനി 5 എത്ര എണ്ണം ഉണ്ട്? 2 1 2. അങ്ങനെ ആദ്യം നമ്മൾ ആ തന്നിരിക്കുന്ന ആളെ ഇങ്ങനെ പവറാക്കി എഴുതുക. അപ്പം 1800 എന്ന് വെച്ചാൽ 2 3 ഇൻറ്റു 3 2 ഇൻറ്റു 5 2 എന്നാണ്. ഇങ്ങനെ പവറായിട്ട് എക്സ്പ്രസ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യണം? എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എടുക്കണം. ആദ്യം കിടക്കുന്ന പവർ എത്ര? 3 അല്ലേ? അപ്പോൾ 3 + 1 പവർ +1 അങ്ങനെയാണേ. ഇൻറ്റു വീണ്ടും അടുത്ത പവർ എടുക്കുക. എത്രയാ? അതും പവർ +1. എല്ലാം പവർ +1. 2 + 1. അടുത്തത് വീണ്ടും എത്ര? 2 + 1. കണ്ടോ? പവർ +1 പവർ +1 പവർ +1 എത്ര? 4 ഇൻറ്റു 3 ഇൻറ്റു 3 എത്ര കിട്ടി? 36. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ്. 36 ഘടകങ്ങൾ ഉണ്ട്. അടുത്തതായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടൊരു 3 ക്വസ്റ്റ്യൻ. 108-ന് എത്ര ഘടകങ്ങളുണ്ട്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 700-ന് എത്ര ഘടകങ്ങളുണ്ട്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 729-ന് എത്ര ഘടകങ്ങളുണ്ട്?